عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. وقال نبينا رسول الله صلى الله عليه وسلم: أتاني جبريل في أول ما أوحي إلي فعلمني الوضوء فلما فرغ من الوضوء أخذ غرفة من الماء ونضح بها وفرجا. ബഹുമാനാദകൾ നിറഞ്ഞ ബഹുവന്യരായ ഉസ്താദുമാർ, അതുപോലെ പള്ളി മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാർ, വിദ്യാർത്ഥിനികൾ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ ഹദ്ദാദ റാത്തീബിനെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ പ്രധാനമായ ഈ അനിശ്ചയമായ ഈ നിമിഷത്തെ തെരഞ്ഞെടുത്ത് ഇൽമ നുകരണമെന്ന നല്ല ആഗ്രഹത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും ഐക്യവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലുടനീളമുള്ള മാനസികമായ, ശാരീരികമായ, പൈശാചികമായ, സാമ്പത്തികമായ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ദുരിതങ്ങളുണ്ടോ, അതൊക്കെയും ഈ ഒരു മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹു നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുവരുടെ വിജയ കൂട്ടത്തിൽ അല്ലാഹു നാമെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഓരോ ദിവസവും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കുറ്റമറ്റതായ രീതിയിൽ നിർവഹിക്കുവാൻ കഴിയുക എന്ന ലക്ഷ്യത്തോടുകൂടി നാം തുടങ്ങിയ മതപഠന ക്ലാസിൻ്റെ 5ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ നുകരുക എന്നതിലുപരി പഠിച്ച അറിവുകൾ തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പകർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ് നമ്മളൊക്കെയും ശ്രദ്ധ പുലർത്തേണ്ടത്. അറിവിനേക്കാൾ പ്രാധാന്യം തിരിച്ചറിവിനാണ്. ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുമ്പോഴേ ആ ഇൽമിന് ആഫിയാവുകയുള്ളൂ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ കേവലം 2 ആഴ്ചയിലൊരിക്കൽ മദ്രസയിൽ വരുന്നു, ഉസ്താദിന്റെ ശബ്ദം ശ്രമിക്കുന്നു, അതിന് മാർക്കിടുന്നവരാകുന്ന ഒരു ജഡ്ജിയായിട്ട് ജഡ്ജ്മെന്റിന് നമ്മൾ ആരെയും ഇവിടെ ക്ഷണിച്ചിട്ടില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ, സ്വന്തം ശരീരത്തിന്റെ പറയുന്ന എന്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഇബാദത്തുകൾ അത് പരിപൂർണമായിരിക്കണം. അതിൽ കളങ്കമുണ്ടാകാൻ പാടില്ല. അതിൽ വരുന്ന പോരായ്മകളെ മായ്ച്ചു കളയുവാനും അതിലേക്ക് ആവശ്യമായ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതായ കാര്യങ്ങളെ ചേർത്തുകൊണ്ട് അത് പരിപൂർണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അള്ളാഹു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം നമ്മൾ ഉണർത്തിയത് വുളൂഉമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമുക്കറിയാം കേവലം വുളൂഇന്റെ ഫർള് മാത്രം നിർവഹിച്ചുകൊണ്ട് ചെയ്താലും വുളൂ ശരിയാവും. എങ്കിലും വുളൂഇന്റെ സുന്നത്തുകളും കൂടി പാലിക്കുമ്പോഴേ പരിപൂർണ വുളൂഇലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. വുളൂ എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്, വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. മാത്രമല്ല
അല്ലാഹുവിന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ, ലാ യുസ്ബിഹു അബ്ദുൽ വുദൂ, ഒരടിമയുടെ വുദൂ സമ്പൂർണ്ണമാവുകയില്ല, പൂർണ്ണമാവുകയില്ല, ഇല്ലാ ഗഫറ ലഹു മാ തഖദ്ദമ ദംബിഹി വമാ തഅഖറ, അവന്റെ മുൻകഴിഞ്ഞു പോയ ഇനി വരാനിരിക്കുന്ന ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാതെ ഒരു മുഅ്മിനിന്റെ വുദൂ സമ്പൂർണ്ണമാവുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്താണ് അതിന്റെ ആശയം? ഒരാൾ സമ്പൂർണമായിട്ടാണ് വുദൂ എടുക്കുന്നതെങ്കിൽ അവൻ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്, കഫാറത്താണ് ഓരോ വുദൂവും. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തെറ്റുകളിൽ നിന്നുള്ള ഒരു മോചനം കൂടിയാണ് സദാസമയം വുദൂ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അല്ലാഹു നമുക്ക് ഇതിനെ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള മുഅ്മിനീൻ, നമുക്കറിയാം വുദൂഇന്റെ ഫർളുകൾ നമ്മൾ പഠിച്ചു, അതുപോലെ പല സുന്നത്തുകളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. നമുക്കറിയാം വുദൂഇന്റെ ഒരുപാട് അമലുകൾ നമ്മൾ വുദൂഉമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വിരലെണ്ണാവുന്നത് മാത്രമാണ് നിർബന്ധമായിട്ടുള്ളത്. നമുക്കറിയാം ഏതൊരു കർമ്മത്തിന്റെയും മർമ്മം എന്നുള്ളത് ഉദ്ദേശമാണല്ലോ. നിയ്യത്ത്, അതുപോലെ തന്നെ മുഖം കഴുകുക, കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക, തല തടവുക, കാൽ രണ്ടും നെരിയാണി ഉൾപ്പെടെ കഴുകുക, ഇവയെല്ലാം വഴിയായി ചെയ്യുക. ഇതാണ് വുദൂഇന്റെ നിർബന്ധമായ കാര്യങ്ങൾ എന്നുള്ളത്. മറ്റുള്ളതൊക്കെയും വുദൂഇന്റെ സുന്നത്തുകളാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞാലാണ് വുദൂഇന്റെ സമ്പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുക. ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതുമായ കർമ്മങ്ങൾക്കാണല്ലോ സുന്നത്ത് എന്ന് പറയുക. മാത്രമല്ല സുന്നത്ത് എന്നതിന്റെ ഭാഷാർത്ഥം കൂലിയുള്ളത് എന്നാണെങ്കിലും അതിന്റെ ആന്തരിക അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻപറ്റുന്ന കാര്യങ്ങൾ, നബി തങ്ങൾ കാണിച്ചെന്ന കാര്യങ്ങൾക്കാണ് തിരുസുന്നത്തുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേവലം ഫർള് മാത്രം നമ്മുടെ ജീവിതത്തിൽ വരാതെ നാം വുദൂ എടുക്കുമ്പോൾ അതിന്റെ സുന്നത്തുകൾ പാലിക്കുവാൻ നമ്മൾ സന്നദ്ധരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സുന്നത്തുകൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസ്മി ചൊല്ലണം, അഊദു ചൊല്ലണം, അതുപോലെ തന്നെ മുൻകൈ കഴുകുമ്പോൾ ദിക്റുകൾ ചൊല്ലണം, അതുപോലെ വായിൽ വെള്ളം കുപ്പിടിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം തുടങ്ങി മിസ്വാക്ക് ചെയ്യണം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സുന്നത്തുകൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അതിനവസാനം നമ്മൾ പറഞ്ഞു വുദൂഉമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ വുദൂ കഴിഞ്ഞാൽ പ്രാർത്ഥന. അവിടെയാണ് നമ്മൾ നിർത്തിയത് അല്ലേ? വുദൂഇന്റെ പ്രാർത്ഥന വല്ലാത്ത അർത്ഥപൂർണമായ പ്രാർത്ഥനയാണ്. ഒരിക്കലും നമ്മൾ വുദൂ എടുത്തിട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്ന ദുആ ചെയ്യാത്ത അവസരം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് നമുക്കൊക്കെയും അറിയാം, നമ്മളൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്, ഈ ദുനിയാവ് അനശ്വരമല്ല, നശിച്ചു പോകുന്നതാണ്. നമ്മളൊക്കെ മരിക്കുമെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നത്. എന്നാൽ മരണം നമ്മിലേക്ക് വരിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കൊരു ലോകം വരാനുണ്ട്. ആ ലോകത്ത് പിന്നീട് മരണമില്ല. ഈ ഒരു ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകിയതായ 30, 20, 50, 60, 70, 80 ഈ വയസ്സ് കാലയളവിനുള്ളിൽ നാം ചെയ്തതായ അമലുകൾ, നാം ചെയ്തതായ സൽക്കർമ്മങ്ങൾ, അതുപോലെ നാം ചെയ്തതായ മറ്റുള്ള പ്രവർത്തനങ്ങൾ, ഇതിന്റെ തോതനുസരിച്ചു കൊണ്ടാണ് മരണമില്ലാത്ത ലോകത്ത് വർഷങ്ങളോളം കണക്കില്ലാത്ത ലോകത്ത് പിന്നീട് മരണമില്ല. അനശ്വരമായ ലോകത്തേക്ക് നമുക്ക് ചെയ്തു കൂട്ടാൻ കഴിയുന്ന നന്മകൾ മുഴുവനും ആരൊക്കെയാണ് നന്മ ചെയ്തത് അത് നാളെ അവർക്കുണ്ട്. അതിനനുസരിച്ചു കൊണ്ടാണ് നാളെ ആഖിറത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ചതായ ജന്നാത്തുൻ നഈമുണ്ട്. ആ ജന്നാത്തുൻ നഈമിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം അതിന്റെ വാതിൽ തുറക്കണം. അതിന്റെ വാതിൽ തുറക്കണം, എങ്കിലേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാൻ പറ്റുള്ളൂ. ആ ഒരു സ്വർഗത്തിന്റെ കവാടത്തിന്റെ വാതിലാണ് നിസ്കാരം എന്നുള്ള. ആ നിസ്കാരത്തിന്റെ കവാടത്തിന്റെ താക്കോലാണ് നിസ്കാരം. നിസ്കാരം എന്നുള്ളത് സ്വർഗത്തിന്റെ വാതിലാണ്. അപ്പോ കാര്യമായി നമ്മൾ വുദൂ എടുക്കുമ്പോൾ ഈ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ നമുക്ക് തുറന്നു തരുന്നതായ വലിയ അർത്ഥപൂർണമായ പ്രാർത്ഥനയാണല്ലോ വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥന. എന്തിനാണ് നമ്മളത് വേണ്ടെന്ന് വെക്കുന്നത്? പള്ളികളിലൊക്കെയും ഹൗദിന്റെ പരിസരത്ത് വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ടാകും. അത് മെയിൻ ചെയ്യാൻ നമ്മൾ നടന്നു പോകും. പഠിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള പ്രാർത്ഥനയാണ്.
അതിനേക്കാളും അർത്ഥമോ വല്ലാത്ത അർത്ഥപൂർണമായ അർത്ഥമുള്ളൊരു പ്രാർത്ഥനയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതറിയാത്തവരുണ്ടോ? ഇതിന്റെ അർത്ഥം അറിയാത്തവരുണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി, രണ്ട് കണ്ണുകളും ആകാശത്തിലേക്ക് ഉയർത്തി അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അല്ലാഹുവിനോട് നമ്മൾ സമ്മതിക്കുകയാണ് അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥന അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയുകയാണ്, മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നു. അതിനുശേഷം പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീൻ. അല്ലാഹുവേ, തൗബ ചെയ്യുന്ന, തെറ്റുകൾ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ത്വാബീങ്ങളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബേ നീ എന്നെ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ മുതത്വഹിരീൻ. നീ ശുദ്ധീകരിച്ച നല്ലവരായ സജ്ജനങ്ങളോടൊപ്പം എന്നെ നീ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ മുതത്വഹിരീന വജ്അൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് സന്നദ്ധത പുലർത്തിക്കൊണ്ട് നിനക്ക് ഇബാദത്ത് എടുക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ എന്നെ നീ ഉൾപ്പെടുത്തണമല്ല എന്നുള്ള അർത്ഥപൂർണമായ പ്രാർത്ഥനയല്ലേ? എന്നിട്ട് അല്ലാഹുവിനോട് പറയാണ് സുബ്ഹാനല്ലാഹ്, പടച്ചറബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്, വബിഹംദിക നിനക്ക് ഞാൻ സ്തുതി അർപ്പിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നീ അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, അസ്തഗ്ഫിറുക റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ, വഅതൂബു ഇലൈക നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന അർത്ഥം വരികയാണ്. അതിനുശേഷം ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വലാത്ത് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി സയ്യിദിനാ മുഹമ്മദ് വസല്ലം എന്ന സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അനശ്വരമായ ലോകത്തുള്ള സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ നമുക്ക് തുറന്നു തരികയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? ഒരു തവണയല്ല, 2 തവണയും 3 തവണയാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ പ്രാർത്ഥന 3 തവണയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. 3 തവണ നിർവഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ തവല്ലഅ ഫഖാല ബഅദൽ ഫറാഹി സുബ്ഹാനല്ലാഹി വബിഹംദിക ഇന്നി അതൂബു ഇലൈക് എന്നതുവരെ ചൊല്ലിക്കഴിഞ്ഞാൽ കുത്തിബ അവന്റെ ആ പ്രാർത്ഥന രേഖപ്പെടുത്തി വെക്കും. ഫീ റക്കിൻ തുമ്മ ജുഅല ഫീ ത്വാബിൻ. അല്ലാഹുവിന്റെ കോടതിയിലുള്ള ചർമ്മപത്രത്തിൽ അഥവാ മുദ്രപത്രത്തിൽ സീൽ വെച്ചതുപോലെ അത് അവിടെ സൂക്ഷിച്ചു വെക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അല്ലാഹുവിന്റെ കോടതിയിൽ സീൽ വെക്കുക എന്നാൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എപ്പോഴാണ് നന്മയിലൂടെ സഞ്ചരിക്കുക, എപ്പോഴാണ് തിന്മയുടെ വാദത്തിൽ നമ്മൾ മാറുക എന്ന് അറിയാൻ കഴിയില്ല. നമ്മൾ നല്ലവരായി ജീവിക്കുമ്പോൾ അതിന് കൂലി കിട്ടും. പക്ഷേ ആ ഒരു നന്മയിൽ നിന്ന് തിന്മയുടെ ഭാഗത്തേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളൊക്കെ പൊളിഞ്ഞു പോകും. തിന്മ നന്മയെ പൊളിച്ചു കളയും, നന്മയെ തിന്മയെയും പൊളിച്ചു കളയും. അങ്ങനെ നമ്മളുടെ ദുസ്വഭാവം കാരണം നമ്മൾ ജീവിതകാലം ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുമ്പോൾ നരകക്കുണ്ടിലേക്ക് നമ്മൾ ചാടേണ്ടതായ സാഹചര്യം വരുമ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് ശീലമാക്കിയ ഗുരുവിന്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ അതവിടെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ മുറുത്തതായി പോയാൽ പോലും അതിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടില്ല. പിന്നീട് നമ്മൾ സിയാമിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഓരോ അമലും പൊളിഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സീൽ വെച്ചതായ പ്രവർത്തനങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അതവിടെ ഉണ്ടായിരിക്കും. അത്രയും വലിയ അർത്ഥപൂർണമായ പ്രാർത്ഥനയാണ് വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നാസിന്റെ മഹത്വം പറഞ്ഞോ? ഇന്നാസിന് അപ്പൊ വുദൂഇന് ശേഷം, വുദൂ കഴിഞ്ഞതിന് ശേഷം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ചെറിയ സൂറത്തുണ്ട്. ഇന്നാ അൻസൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി
الأمر سلام هي حتى مطلع الفجر. തജ്വീദ് നിയമാനുസൃതം ഓതിയാൽ 20 സെക്കൻഡ് മതി. തജ്വീദ് നിയമാനുസൃതം തർത്തീലായി ഓതിയാൽ 20 സെക്കൻഡ് മതി. ഈ 20 സെക്കൻഡ് മാത്രം വില വരുന്ന ഈ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് വുദൂ ചെയ്തതിന് ശേഷം ആരെങ്കിലും ഒരൊറ്റ തവണ ഓതിയാൽ മതി. അതരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഖറഅ സൂറത ഇന്നാ അൻസൽനാ ഫീ ഇദ്രി വുദൂഇഹി മറതൻ കാന സുദീഖീൻ. വുദൂഇന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു തവണ ഇന്നാ അൻസൽനാ സൂറത്ത് അവന്റെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അവൻ നാളെ ആഖിറത്തിൽ മഹ്ശറിൽ സൂര്യനൊരു ജാനകളെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ സമയത്ത് അവൻ സിദ്ദീഖീങ്ങളോടൊപ്പമായിരിക്കുമെന്ന് ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല ആ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനിയോ രണ്ട് തവണയാണ് വുദൂഇന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം സൂറത്ത് ഓതിയാലോ ഫീ ദീവാനി ശുഹദാ അവന്റെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദായ ശുഹദാക്കളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി 3 തവണ പതിവാക്കാൻ ഭാഗ്യം ലഭിച്ചാലോ റസൂൽ പഠിപ്പിക്കുന്ന മൻ ഖറഅഹ 13 മഅൽ അംബിയാ നാളെ വാനലോകത്ത് മഹ്ശറയിൽ ഏറ്റവും പവിത്രമായ സ്ഥലം അല്ലാഹുവിന്റെ നബിമാരായ മുർസലുകളുടെ സ്ഥലമാണ്. ആ മുർസലുകളോടൊപ്പം അവർക്ക് സീറ്റ് കിട്ടുമെന്ന് ആ മുർസലുകളെ വലയം ഹശർ ചെയ്യുമെന്ന് വലയം ചെയ്തുമെന്ന് അവർക്ക് ചുറ്റും കൂടുമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാം നമ്മളുടെ മനസ്സ് ഒരുപാട് അറിവുകൾ നുകരുന്നതിനേക്കാൾ ഉപരി അറിവുകൾ പഠിക്കാൻ സാഹചര്യം കിട്ടുന്ന സമയത്തൊക്കെയും അറിവുകൾ പഠിക്കാൻ സന്നദ്ധരായിരിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ എന്നതിലല്ലാത്ത മറ്റെല്ലാ അറിവുകളും നൽകിയ മുത്തിരി പോലും അല്ലാഹുമ്മ സിദ്നി ഇൽമാ അല്ലാഹുവേ എൻ്റെ അറിവിനെ നീ വർദ്ധിപ്പിച്ചു നൽകണേ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്. അതുകൊണ്ട് അറിവ് പഠിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത്. അറിവിന്റെ മഹത്വവും അറിവ് പഠിക്കുന്ന മജ്‌ലിസിന്റെ മഹത്വമൊക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. ഇനി അത് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇൽമ് പഠിക്കാൻ സാഹചര്യം കിട്ടിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ സന്നദ്ധരാവണം. പക്ഷേ പഠിച്ച ഇൽമ് ജീവിതത്തിൽ പകർത്തുമ്പോഴേ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അറിവ് കുറെ ഉണ്ടായിരുന്നു നന്നാവുന്നത് മൂലയായതുകൊണ്ട് നന്നായിക്കൊള്ളണമെന്നില്ല. 10 കൊല്ലം 12 കൊല്ലം കിതാബുകൊണ്ട് കുറെ ഇൽമുണ്ടാവും. പക്ഷേ വിവേകം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, തിരിച്ചറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. അമല് വേണമെന്നുണ്ടെങ്കിൽ പഠിച്ച അറിവനുസരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ സന്നദ്ധരാതെ കാണിക്കുമ്പോഴേ നമുക്ക് പഠിച്ച ഇൽമു കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തൊരു സുന്നത്താണ് നമ്മളെല്ലാവരും എല്ലാ ദിവസവും എല്ലാ വുദൂഇന്റെ സമയത്തും ചെയ്യുന്ന സുന്നത്ത് തന്നെയാണ് എല്ലാ അമലുകളും 3 പ്രാവശ്യം ചെയ്യുക എന്നുള്ളത്. ഇത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫറലാവട്ടെ സുന്നത്താവട്ടെ വുദൂഇന്റെ കർമ്മങ്ങളിൽ ഫറലായ കാര്യമാവട്ടെ സുന്നത്തായ കാര്യമാവട്ടെ എല്ലാം 3 പ്രാവശ്യം ചെയ്യൽ വുദൂഇന്റെ സുന്നത്താണ്. നമ്മളൊക്കെ വുദൂ ചെയ്യുമ്പോൾ അത് ആലോചിച്ചാണ് നമ്മൾ മുൻകൈയും അതുപോലെ തന്നെ കഴിയുന്ന സമയത്ത് 3 വട്ടം കൈകളുണ്ടോ 3 വട്ടം കൈകൾ നമുക്ക് അവസരം കിട്ടലുണ്ടോ ഇതെല്ലാ സമയത്തും നമ്മൾ ഇങ്ങനെ ആൾക്കോ ചെയ്യുള്ളൂ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഓരോ ആളുകളും അതുപോലെ വായുവെള്ളം കുട്ടിക്ക് മൂക്കി വെള്ളം കഴിഞ്ഞ് ചീറ്റുകയും ഇത് രണ്ടും ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. 3 വട്ടം നമ്മൾ ചെയ്യാറുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൈകളൊക്കെ എഴുതുമ്പോൾ പലപ്പോഴും ഓരോ തവണയാണ് പല ആളുകളും ചെയ്യാറുള്ളത്. അത് 3ലേക്ക് എത്താറില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോഴാണ് മുൻകൈ കൈകൊണ്ടുള്ള ദിക്ർ അത് പൂർണ്ണമായും ചെല്ലുന്ന ഒരാൾ നിർബന്ധമായും 3 വട്ടം ചെയ്തിരിക്കും. കാരണം അത്രയും സമയമുണ്ട്. എന്നതുവരെ ചെല്ലാൻ സമയമുണ്ടല്ലോ. ആ സമയത്ത് എന്തായാലും 3 തവണ ചെയ്യും. അപ്പോൾ എല്ലാം 3 പ്രാവശ്യം ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് വുദൂഇന്റെ ഓരോ അവയവങ്ങൾ
കെയിലേക്ക് മുന്നിട്ടവനാവുക. ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ എടുക്കുമ്പോൾ കെയിലേക്ക് തിരിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പള്ളിയിലാവട്ടെ, ഹൗലക്കരയിലാവട്ടെ, വീട്ടിൽ നിന്നാവട്ടെ, പുറത്തുനിന്നാവട്ടെ, പുഴയിൽ നിന്നാവട്ടെ, കെയിലേക്ക് തിരിഞ്ഞുകൊണ്ട് എടുക്കുന്ന അത് സമ്പൂർണമായ ഉപയോഗപ്പെട്ടതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊന്നാണ് മുഖം കഴുകുന്നതിന്റെ ആരംഭത്തിലാണല്ലോ വുദൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് നമുക്ക് നിർബന്ധമുള്ളത്. മുഖമാണ് വുദൂഇന്റെ അമലുകളിൽ മുഖം കഴുകാൻ ഒന്നാമത്തെ കർമ്മം, ഒരു നിയ്യത്താണ്. അപ്പോൾ മുഖം കഴുകുന്ന സമയത്ത് വുദൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നത് ഫർളുകൾ. എന്നാൽ വുദൂഇന്റെ ആരംഭത്തിൽ വുദൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ മുൻകൈ കഴുകിയതിന്റെയും മിസ്വാക്ക് ചെയ്തതിന്റെയും വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കഴിക്കുകയും ചെയ്തതിന്റെ സമ്പൂർണ്ണ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ, വുദൂഇന്റെ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിയ്യത്തിന് ശേഷമായ വുദൂഇന്റെ ആരംഭത്തിൽ ആരോഗ്യ ചെല്ലുന്നതിന് മുന്നേ തന്നെ വുദൂഇന്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെക്കണം. അതിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റൊരു കാര്യമാണ് നിയ്യത്ത് പതുക്കെ പറയുക, ഉച്ചത്തിലല്ല പതുക്കെയാണ് പറയേണ്ടത്. മറ്റൊന്ന് അവയവങ്ങൾ ചെയ്യുന്ന ഓരോ അവയവങ്ങളും സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുക. അതുപോലെ മറ്റൊന്നാണ് പീളക്കുഴി. ഈ പീളക്കുഴി ശ്രദ്ധിച്ചുക. പീളക്കുഴിയെ സബാബ് ചൂണ്ടി വിരൽ കൊണ്ട് ശ്രദ്ധിച്ചു കഴുകണം. പോയിട്ടാണ് നമ്മൾ കുളിയെ കഴിഞ്ഞ് എല്ലാം ഫ്രഷാക്കി മുഖത്തൊക്കെ സോപ്പൊക്കെ തേച്ച് എല്ലാം പീളക്കൊക്കെ കഴിഞ്ഞ് അവിടെ പീളയില്ല എങ്കിൽ പോലും സുന്നത്ത് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചൂണ്ടവിരൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മഹലിൽ ആ ഒരു പീളയുള്ളതായ പീള കുറ്റിയിൽ അവന്റെ ചൂണ്ടവിരൽ കൊണ്ടാണ് സുന്നത്ത് കിട്ടുള്ളൂ. വേറെ ഒരു കാര്യങ്ങളാണ് സുന്നത്ത് കിട്ടില്ല. എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചൂണ്ടവിരൽ കൊണ്ട് പീള കുഴിയെ സൂക്ഷിച്ച് കഴുകുക എന്ന സുന്നത്താണ്. എപ്പോ അവിടെ പീളയില്ലെങ്കിലും സുന്നത്താണ്. ഇനി അവിടെ പീള ഉണ്ടെങ്കിലോ വാജിബാണ്. കാരണം വുദൂഇന്റെ ഷറത്തുകളുടെ കൂട്ടത്തിൽ നാം പഠിച്ച ഒരു ഷറത്താണ് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും ഇല്ലാതിരിക്കുക എന്ന ഷറത്ത്. അപ്പൊ പീളക്കുഴിയിൽ പീളയുണ്ടെങ്കിൽ മുഖം എന്ന് പറയുന്നത് പീളക്കുഴി എന്ന് പറയുന്നത് മുഖത്തിന്റെ അതിർത്തിയിൽപ്പെട്ടതാണ്. അവിടെ പീളയുണ്ടെങ്കിൽ അവിടെ വെള്ളം എത്തുകയില്ല, അതിലൊരു സംശയമില്ല. അപ്പൊ അവിടെ പീളയുണ്ടെങ്കിൽ പീളയെടുത്ത് കളയുന്നത് നിർബന്ധവുമാണ്. പീളയില്ലെങ്കിലോ ചൂണ്ടുവിരൽ കൊണ്ട് അവിടെ പ്രത്യേകം കഴുകൽ സുന്നത്തുമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പലപ്പോഴും നമുക്കൊക്കെ സുബീഖൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ 5 വെയിലിച്ച് പള്ളിയിൽ ജമാഅത്ത് കഴിയുമെങ്കിൽ പെട്ടെന്ന് 3 ജമാഅത്തിന് പോയി. ആ സമയത്ത് നമ്മളെ പീളയുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ എല്ലാ അവയവത്തും വെള്ളം എത്തിയിട്ടുണ്ടാവില്ല. വെള്ളം എത്തിയിട്ടില്ലെങ്കിലോ ചെയ്യാവില്ലെങ്കിലോ നിസ്കാരം ചെയ്യാവൂല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു മറ്റൊരു കാര്യമാണ് മുഖം കഴുകാൻ വേണ്ടി വെള്ളമെടുക്കുക. രണ്ട് കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് വെള്ളം കോരിയെടുക്കുക. ഇത് വുദൂഇന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ആ വെള്ളം കൊണ്ട് മുഖത്തടിക്കാതിരിക്കുക. പല ആളുകളും വെള്ളം കോരിട്ട് ഹറാമത്തിൽപ്പെട്ടതാണ് മുഖത്തടിക്കുക എന്നുള്ളത്. ദൂരസയ്യാണോ ആ സമ്പൂർണ്ണതയിലേക്ക് എത്തുക. മുഖത്തടിക്കാതെയാണ് കഴിയേണ്ടത്. പിന്നെ മുകൾ ഭാഗത്ത് നിന്നാണ് മുഖം കഴുകൽ ആരംഭിക്കേണ്ടത്. മുകൾ ഭാഗത്ത് നിന്നാണ് മുഖം കഴുകൽ ആരംഭിക്കേണ്ടത്. വെള്ളമെടുത്തിട്ട് ഇവിടെ നിന്നിട്ടാണ് ആരംഭിക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മുകൾ ഭാഗത്ത് നിന്നാണ് ആരംഭിക്കേണ്ടത്. ഇനിയോ കയ്യും കാല് കഴുകുമ്പോൾ വിരലുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. കഴുകൽ ആരംഭിക്കേണ്ടത്
വിരലുകളിൽ നിന്നാണ്. മുഖം ആരംഭിക്കേണ്ടത് നെറ്റിയുടെ മുകളിൽ. നമുക്കറിയാമല്ലോ മുഖത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയും നെറ്റിയുടെ മേലെയറ്റം മുതൽ താടിയുടെ താഴെയറ്റം വരെയും അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന സ്ഥലത്തിനാണ് മുഖം എന്ന് പറയുന്നത്. ആ മുഖം കേൾക്കുമ്പോൾ എവിടുന്ന് തുടങ്ങിയാൽ എന്താണ് മുഖം കൂടി പരപ്പെടുന്ന അതിർത്തിക്കുള്ളിൽ നനഞ്ഞാൽ മതി. പക്ഷെ സുന്നത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മേൽഭാഗം തുടങ്ങണം എന്നർത്ഥം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ മറ്റൊന്ന് അതുപോലെ തന്നെ തല മുഴുവൻ തടവണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ തല തടവലിന്റെ തുടക്കം മുമ്പിൽ നിന്നായിരിക്കണം. തല തടവേണ്ടത് മുമ്പിൽ നിന്ന് ബാക്കിലേക്കാണ് തടവേണ്ടത്. അതും ഒരു സുന്നത്താണ്. മറ്റൊരു കാര്യം ഇഫാലത്തിൽ ഉറത്തി അല്ലേ, അഥവാ കൈകാലുകളും മുഖവും ഒക്കെയും അതിർത്തിയിൽ നിന്നും കയറ്റി കഴുകുക. അപ്പൊ നെറ്റിയുടെ മേലെ അറ്റം വരെ നിർബന്ധമാണ്. അപ്പൊ എന്ത് ചെയ്യാം, തലമുറ കുറച്ചുകൂടി കയറ്റിയാണ് കഴുകിയാൽ അത് കയറ്റി കഴുകലായി. അതുപോലെ തന്നെ മുട്ട് വരെയാണ് നിർബന്ധമുള്ളത്. ആ മുട്ടിന് മുകളിലേക്ക് അല്പം കയറ്റി കഴുകിയാൽ അത് സുന്നത്തിൽ പെട്ടു. നെരിയാണി ഉൾപ്പെടെയാണ് നിർബന്ധമുള്ളത്. ആ നെരിയാണിന് മുകളിലേക്ക് തണ്ടങ്കാലിൽ കയറ്റി കഴുകിയാൽ അത് സുന്നത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഉറത്തും തഹ്ജീലും നമുക്ക് സുന്നത്താണ്. മുഖം നെറ്റിക്കഴുകലും കൈകാലുകൾ നെറ്റിക്കഴുകലും വുളൂഇന്റെ സുന്നത്തിൽ പെട്ടതാണ്. അങ്ങനെ ഈ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ വുളൂ ചെയ്യുമ്പോൾ അത് നാളെ ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടാണ്. കാരണം നമുക്കറിയാം വുളൂ ചെയ്യുന്ന അവയവങ്ങളിലെല്ലാം നാളെ മഹ്ശറിലേക്ക് വരുമ്പോൾ അണിഞ്ഞൊരുങ്ങി ഒരു പുതുനാരിയുടെ സദസ്സിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരപ്പെടുമെന്ന് ഹബീബായ മുത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദറവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമ, ഇന്ന ഉമ്മത്തി, തീർച്ചയായും എൻ്റെ സമുദായത്തെ യുദഊന വിളിക്കപ്പെടും, യൗമൽ ഖിയാമ അന്ത്യനാളിൽ വിളിക്കപ്പെടുന്നത് ഗുർറം മുഹജ്ജലീൻ, കൈകാൽ വെളുത്തവരെ എന്നാണ് വിളിക്കുക. ഗുർറം മുഹജ്ജലീൻ എന്നാ വിളിക്കുക. എന്താണ് അർത്ഥം? കൈകാൽ വെളുത്തവരെ. എന്ത് കാരണം? മിൻ അസാരിൽ വുളൂ, വുളൂഇന്റെ ചൈതന്യം കാരണം. ഈ വുളൂ ചെയ്ത അടയാളത്തിൽ നിന്ന് കൈകാൽ വെളുത്തവരായിരിക്കും അവർ. അതുകൊണ്ടല്ലാഹു റസൂൽ പറയുന്നു, ഫമനിസ്തതഅ, നിങ്ങൾക്ക് സാധ്യമാകുമെന്നുണ്ടെങ്കിൽ അയ്യുതീല ഖുറതഹു, അവന്റെ കൈകാലുകളും മുഖവും നീട്ടിക്കഴുകാൻ നിനക്ക് സൗകര്യപ്പെടുമെന്നുണ്ടെങ്കിൽ ഫൽയഫഅൽ, അവൻ അത് പ്രകാരം ചെയ്യട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, തബ്ലഗുൽ ഹുലിയത മിനൽ മുഅ്മിൻ, മുഅ്മിനെ ആഭരണം അണിയിപ്പിക്കപ്പെടും. തബ്ലഗു, എത്തുന്ന സ്ഥലത്തെല്ലാം, ഹുലിയത്തൻ ആഭരണങ്ങളും, മിനൽ മുഅ്മിൻ, മുഅ്മിനിക്ക് ഹൈദ് യബ്ലുൽ വുളൂ, വുളൂഇന്റെ വെള്ളം എത്തുന്നിടത്തെല്ലാം അവനെ ആഭരണം അണിയിക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വുളൂഇന്റെ ആഭരണങ്ങളോടൊക്കെ അവന് ആഭരണം ധരിപ്പിക്കുമെന്ന് മുത്ത് നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്രയും വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, ഇതൊക്കെ നമ്മൾ പാലിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പകർത്താൻ വേണ്ടി ഉണർത്തിയെന്ന് മാത്രം. വലത്തേതിനെ മുന്തിക്കുക, തുടർച്ചയായി ചെയ്യുക. തർത്തീബും വിലാം വ്യത്യാസമുണ്ട്. തർത്തീബ് എന്ന് പറഞ്ഞാൽ വഴിക്കു വഴിയായി ചെയ്യൽ നിർബന്ധമാണ് പോയില്ലേ. കാരണം നിയ്യത്ത് വെച്ചിട്ട് മുഖം കഴുകാവൂ, മുഖം കഴുകിയിട്ട് തല നടവാ. അപ്പോൾ നമ്മൾ പറയപ്പെട്ടത് വേണം. വലത്തേ കൈയിനെ ആദ്യം വലത്തേതിനെ മുന്തിക്കണം. പിന്നെ തുടരെയായിട്ട് ചെയ്യണം. വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു നിയ്യത്ത് വെച്ചു, എന്നിട്ട് മുൻകൈ കഴുകുന്നു. മുൻകൈ കഴുകിയ ശേഷം ഉടനെ മിസ്വാക്ക് ചെയ്യുന്നു. മിസ്വാക്ക് കഴിഞ്ഞതിന് ശേഷം വായു വെള്ളം കുപ്പിളിക്കുന്നു. അതിനുശേഷം വുളൂഇന്റെ ഫർദിനെ ഞാൻ ഇവിടെ നിയ്യത്ത് വെക്കുന്നു. അതിനുശേഷം മുഖം ഞാൻ കഴുകുന്നു. ഇങ്ങനെ ഓരോ അവയവങ്ങളും തുടരെയായിട്ട് ചെയ്യുക. ഇനി ഒരാൾ മുഖം തടവിന് ശേഷമാണ് അടുപ്പത്ത്
തീ വെച്ചിരിക്കുന്നു. അപ്പോൾ ആൾ തിളക്കണ വെക്കുന്നുണ്ട്, പാൽ തിളപ്പിച്ചാണ് വെച്ചിരിക്കുകയാണ്. ആ പാല് ഓഫാക്കാൻ വേണ്ടി പോയി. ഓഫാക്കി വന്നതിന് ശേഷം അവൻ്റെ കൈ തടവി പിന്നെ കൈ രണ്ടും കഴുകാൻ വേണ്ടി ശ്രമിച്ചു. എന്നാലും ഒരു വിരോധമല്ല, അങ്ങനെ വഴിക്ക് വഴിയായി ചെയ്യാന്നുള്ളതാണ് നിർബന്ധം. പക്ഷെ ആ വിലാഹം നഷ്ടപ്പെടും, തുടരെ ചെയ്യാനുള്ള സുന്നത്ത് നഷ്ടപ്പെടും. ഞങ്ങളുടെ ഒരു സാഹചര്യം വന്നാൽ മുതുവോളം പുതുക്കിയാൽ മതി, പ്രശ്നമൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഏതായാലും വെള്ളം കുറവാണ്, ആ കുറച്ച് വെള്ളമുള്ളൂ. ആ സമയത്താണ് വിലാഹം നഷ്ടപ്പെട്ടാൽ അവിടെ പിന്നെ അത് വീണ്ടും ആവർത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പരിപൂർണതയിൽ എത്താൻ കഴിയില്ലെങ്കിൽ തുടരുകയാണ് വേണ്ടത്. അപ്പോഴൊക്കെയാണ് ഈ പോയിന്റുകൾ നമ്മൾ എടുക്കേണ്ടത്. വിലാഹ് സുന്നത്താണ്, തർത്തീബാണ് നിർബന്ധമുള്ളത്. തുടരെയായിട്ട് ചെയ്യാൻ കഴിയുക എന്ന വലിയൊരു ഭാഗ്യം കൂടിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെയാണ് സംസാരം ഉപേക്ഷിച്ച് വുളൂ എടുക്കുന്ന സമയത്ത് സംസാരത്തെ വുളൂക്ക് ചെയ്യാറുണ്ട്. പക്ഷെ വുളൂവിന്റെ സുന്നത്ത് നഷ്ടപ്പെടും. വുളൂവിന്റെ സുന്നത്ത് നഷ്ടപ്പെട്ടാൽ വുളൂഇന്റെ പ്രതിഫലം കുറഞ്ഞു പോകും. അതുകൊണ്ട് വുളൂ എടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. അതുപോലെ അനാവശ്യമായി ആവശ്യമില്ലാതെ വുളൂ എടുത്തതിന് ശേഷം കൈകാലുകൾ തോർത്തുക, അതല്ലെങ്കിൽ കുടയുക, ഇതും കറാഹത്താണ്. വുളൂ എടുത്തതിന് ശേഷം വുളൂ എടുത്തതായ വെള്ളം മുഖത്തും തുടച്ചു കളയുക, കൈമറ്റ വെള്ളം കുടഞ്ഞു കളയുക, ഇതൊക്കെ വുളൂഇന്റെ കറാഹത്താണ്. എപ്പോ? ബിലാ ഹാജ, ആവശ്യമില്ലാതെ. ഒരാൾക്കത് പ്രയാസമാണ്, തണുപ്പ് കയറും, വാദത്തിന്റെ അസുഖമുണ്ട്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുണ്ട്. പ്രയാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇറിറ്റേഷനാണ്, പ്രയാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പ്രയാസം ഉണ്ടെങ്കിൽ പ്രശ്നം. പ്രയാസമില്ലാതെ ആ വുളൂആണ് കുളിയൊക്കെയാണെന്നെങ്കിലും വുളൂ എടുത്തതിന് ശേഷം നമ്മുടെ ശരീരം ഒറ്റുന്ന ഓരോ തുള്ളിക്കും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മുസ്ലിമ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വുളൂ എടുത്തതിന് ശേഷം നമ്മുടെ അവയവത്തിൽ നിന്ന്, പ്രത്യേകിച്ച് താടി പുറത്തുനോക്കുള്ള ഒരുപാട് ഭാഗ്യമാണത്. കാരണം താടിയിൽ വെള്ളം കുറേ നേരം നിൽക്കും. അപ്പോൾ അല്പാൽപ്പം ഇങ്ങനെ ഒറ്റിപ്പോവുള്ളൂ, മറ്റൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ താടി കുറച്ചുണ്ടെങ്കിൽ അതിനെ താടി വളർത്തങ്ങൾ പറയണത്. താടി വളർത്ത സുന്നത്താണല്ലോ. ആ താടി തിക്കകറ്റ് പോകും. താടിയുള്ള ആൾക്ക് കുറേ സുന്നത്തുണ്ട്. കാരണം താടിന് മുകളിൽ കൂടി കയറിയതിന് എന്തായി? വുളൂഇന്റെ ഫർള് വരും. ആ തിക്കകറ്റിൻ്റെ കൂലി കിട്ടി. ഇനിയോ വെള്ളം കൊടുത്തെങ്കിൽ ഒരുപാട് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ചാടി ഒരുപാട് തുള്ളികൾ കിട്ടും. ആ ഓരോ തുള്ളിക്കും നമ്മുടെ ജീവിതം സംഭവിച്ച ഓരോ തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ മാഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് വുളൂഇന്റെ ഒരു സുന്നത്താണ് എന്ത്? ആവശ്യമില്ലാതെ വുളൂ ചെയ്തതിന് ശേഷം കുടയുകയോ, തൻഷീഫും നഫ്ളും, കുടയുക, അതുപോലെ തന്നെ തൻഷീഫ് തോർത്തുക എന്നുള്ളത്. അത് തോർത്തുക എന്നല്ല, പിന്നെ തോർത്താതിരിക്കുക. ബിലാഹജ, ആവശ്യമില്ലാതെ തോർത്തുകയോ കുടയുകയോ ചെയ്യാതെ ഇരിക്കുക. അതുപോലെ മറ്റൊരു സുന്നത്താണ് വുളൂ എടുക്കുമ്പോൾ പൈപ്പ് ഇങ്ങോട്ട് ഓണാക്കിയിട്ട് വലുതാക്കി എന്ത് ചെയ്യുക? ഫുൾ സ്പീഡിൽ എന്നിട്ട് അപ്പുറത്തും അങ്ങോട്ട് പിന്നെ ഇപ്പോൾ പള്ളികളിലൊക്കെ ആണെങ്കിൽ ടൈൽസാണ്, ടൈൽസ് തെറിച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ച് പോകുന്ന സാഹചര്യം. അപ്പം എന്താ? വെള്ളം തെറിക്കുന്നതിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഇത് വുളൂഇന്റെ സുന്നത്താണ്. ഇതൊക്കെ സുന്നത്താണ്. നമ്മൾ ചെയ്യുന്ന നമ്മളൊക്കെ ചെറിയ അപാകതകൾ പോലും നമുക്ക് പുണ്യം കുറക്കുന്നുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കുന്ന പല ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കൂലി ഉണ്ടാക്കി തരുന്നുണ്ട്. വുളൂ എടുക്കുന്ന സമയത്ത് പൈപ്പിലൊക്കെ വുളൂ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ നമുക്ക് ആവശ്യമില്ല ഈ വെള്ളം കോരിയെടുക്കുന്നതിൻ്റെ സുന്നത്ത് കിട്ടണമെങ്കിൽ പതുക്കെ തുറക്കണ്ടേ? അല്ലെങ്കിൽ എവിടെ വെള്ളം കിട്ടുന്ന സ്പീഡ് തുറന്നാൽ പിന്നെ ഒരു കാട്ടിക്കൂട്ടലാണ് നമ്മളൊക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ തവക്കൈ എന്നാണ്, സൂക്ഷിക്കുക എന്നാണ്. തവക്കൈ സൂക്ഷിക്കണം. ആ റഷാസ് വെള്ളം തരുന്നതിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇനി പഴയ കാലത്തൊക്കെ ഇപ്പോഴാണല്ലോ പിന്നെ ഈ പൈപ്പും ഹൗലൊക്കെ വന്നത്. പഴയ കാലത്തൊക്കെ ഒരു കിണ്ടി ഉണ്ടാകുക അല്ലേ? ഇപ്പുറത്തെ പൂജി ഉണ്ടാകും. ആ പൂജിയിൽ നിന്ന് വെള്ളമെടുക്കും, എന്നിട്ട് കിണ്ടിന്ന് ഒഴിച്ച് കേൾക്കും. അല്ലെങ്കിൽ പൂജിന് അപ്പുറത്തുള്ള ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ് എന്ത് ചെയ്യുക? വുളൂ എടുക്കുന്ന. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ വെക്കണം. വെള്ളം എടുക്കുന്ന പാത്രം, വെള്ളം കോരുന്ന പാത്രം വുളൂ എടുക്കുന്നവന്റെ വലത് ഭാഗത്ത് വെക്കണം. പിന്നെയോ ചൊരിക്കുന്ന പാത്രം, കയ്യിലേക്ക് ചൊരിക്കുന്ന പാത്രം അത് ഇടത് ഭാഗത്തുമാണ് വെക്കേണ്ടത് എന്നർത്ഥം. അതും വുളൂഇന്റെ സുന്നത്താണ്. അഥവാ നമ്മൾ ബക്കറ്റിനാണ് വുളൂ എടുക്കുന്നതെങ്കിൽ ആ ബക്കറ്റ് എന്താകുക? നമ്മളെ വലത്തെ ഭാഗത്ത് വെക്കുക. എന്നിട്ട് ആ വെള്ളം കോരിയിട്ട് ഇടത്തെ ഭാഗത്ത് നിന്ന് വെള്ളം ചൊരിയുക. അതാണ് വുളൂഇന്റെ സുന്നത്ത്. ബക്കറ്റിൽ നിന്നാണ് കോരുന്നത്. ഇനിയിപ്പോൾ നല്ല കിണ്ടിയാണെങ്കിൽ പൂജയിൽ നിന്നുള്ള വെള്ളം എടുക്കുക. ഈ പൂജയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് എന്താ പറയുക? ചെമ്പട്ടിയോ അല്ലേ? ആ ചെമ്പട്ടിയിൽ നിന്ന് വെള്ളം കോരിയിട്ട് ആ ഇടത്ത് ഭാഗത്ത് വെക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, വലത്തെ ഭാഗത്തേക്ക് ചെയ്യുക. പിന്നെ പാട്ടൻ്റെ തുമ്പ് അല്ലെങ്കിൽ ആ കിണ്ടിൻ്റെ കോല കണ്ടല്ലോ, അത് പിന്നെ ഇടത്ത് ഭാഗത്ത് വെച്ചിട്ട് വലത്ത് ഭാഗത്തൊക്കെ ചൊരിയുക, എന്നിട്ടാണ് വുളു എടുക്കുന്നത്. അത് വുളുവിൻ്റെ ഒരു സുന്നത്താണ്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ പിന്നെ വശുർബു കുടിക്കുക, മിൻ ഫദ്ൽ വുളൂഇ വുളൂ ചെയ്ത വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക, ഇതൊക്കെ വുളുവിൻ്റെ സുന്നത്ത്. ഇങ്ങനെ തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സുന്നത്തുകൾ വുളൂവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ പുണ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അതിൻ്റെ അവസാനം നമ്മളോട് പറയുന്നുണ്ട്, വുളൂഇനെ സമ്പൂർണ്ണമാക്കാൻ പരിശ്രമിക്കുക. എന്താ വുളൂഇനെ സമ്പൂർണ്ണമായി പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, വുളൂഇൻ്റെ ഒരു ഫർളോ അന്നേരം ഉപേക്ഷിക്കാൻ പാടില്ല. വുളൂഇൻ്റെ എല്ലാ സുന്നത്തുകളും എൻ്റെ വുളൂഇൽ ഉണ്ടായി എന്ന് ഉറപ്പ് വരുത്തുക. ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ആ രീതി വളരെ സൂക്ഷ്മതയോടുകൂടി വുളൂ ചെയ്യാൻ നമ്മളൊക്കെയും സന്നദ്ധരാകുക. അങ്ങനെ വുളൂ ചെയ്താൽ നമ്മൾ പറഞ്ഞതുപോലെ അവൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ പടച്ചോൻ പൊറുത്തരും സമ്പൂർണമായ വുളൂ എടുത്താൽ. ഇനിയോ വരാൻ പോകുന്ന തിന്മകളിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്യും. തെറ്റിലേക്ക് പോവാതിരിക്കാനും അള്ളാഹു അവസരം നൽകുമെന്ന് ഹബീബായ ത്വഹാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മറ്റൊരു സുന്നത്താണ് വെള്ളം കുടിക്കുക. ബൈന ഇസാരിഹി അവൻ്റെ വസ്ത്രത്തിൽ വെള്ളം കുടിക്കുക. ബാദ വുളൂഇന് ശേഷം കുറച്ച് വെള്ളം എന്ത് ചെയ്യുക, വസ്ത്രത്തിൽ നിന്ന് കുടയുക. എന്തുപോലെ കബാദ ഇസ്തിൻജായി മനോഹരം ചെയ്തതിനു ശേഷം വെള്ളം കുടയ സുന്നത്തുണ്ടല്ലോ, അതേപോലെ വുളൂ എടുത്താൽ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം പിന്നെ ശരീരത്തിൽ പിന്നെ വസ്ത്രത്തിൽ കുടയിലും സുന്നത്താണ് എന്നുള്ളതാണ് റസൂൽ പഠിപ്പിച്ചത് കാണാം. കാരണം എന്താ, ഞാൻ തുടക്കത്തിൽ ഒരു ഹദീസ് ഓതി, നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, ആതാനി ജിബ്രീലു, ജിബ്രീലിന്റെ അടുത്തേക്ക് വന്നു. ഫി അവ്വലി മാ ഊഹിയ ഇലയ്യ ഫഅല്ലമനി വുളൂ, വുളൂഇന് ആദ്യമായി അല്ലാഹു റസൂലിനെ പഠിപ്പിച്ചത് ജിബ്രീലാണ്. ജിബ്രീൽ വന്നപ്പോൾ കാണിച്ചു കൊടുത്തു വുളൂഇന്റെ ഓരോ അവയവങ്ങളും തടവേണ്ടതും കഴുകേണ്ടതും പറയേണ്ടതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു റസൂലിനെ പഠിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നമുക്ക് അറിയാമല്ലോ, അല്ലാഹുവിൽ നിന്ന് പ്രവാചകന് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്കാണ്. ആ മലക്ക് വന്നിട്ട് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് വുളൂ എടുക്കേണ്ടത്. അങ്ങനെ സമ്പൂർണ്ണമായി വുളൂ ചെയ്ത് കാണുന്നത് ജിബ്രീലാണ്. അതാണ് റസൂൽ പറയുന്നു, ഫലമ്മാ ഫറഗ മിൻ വുളൂഇ, വുളൂഇൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആദ ഉർഫത്തൻ, ജിബ്രീല് പിന്നെ ഒരു പിടിയെടുത്തു, വെള്ളത്തിൽ നിന്ന് ഒരു പിടി കോരി, എന്നിട്ടോ വനലഹ ബിഹ, അതിനെ കുടഞ്ഞു, ഫർജുഹു എന്ത് ചെയ്തു, അതിനെ പിന്നെ വസ്ത്രത്തിലൂടെ മുഖ്യഭാഗത്തിലേക്ക് കുടയുകയും ചെയ്തു എന്ന് ഹദീസ് കാണാം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ എന്തിനാണ് വുളൂ എടുക്കുന്നത്? ഇവിടുത്തെ നമുക്ക് മൂത്രമൊഴിച്ചിട്ട് ചിലപ്പോൾ മനോഹരം നമുക്ക് സംശയം ഉണ്ടാകും, ചിലപ്പോൾ തെറിച്ചു കൊണ്ടു. അപ്പോൾ വിശ്വാസം നീങ്ങാൻ വേണ്ടിയിട്ട് കുടയിലൊക്കെ യുക്തിയാണ്. ഈ വുളൂ എടുത്തതിന് ശേഷം വുളൂ എടുക്കുമ്പോൾ അവിടെ നജസ് ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ഇതിനപ്പോൾ വുളൂ എടുത്ത ശേഷം കുടയുന്നു എന്നൊരു സംശയം നമുക്കുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്? പല കാരണം ഉണ്ടാവും. വുളൂ എടുക്കുന്ന സ്ഥലത്ത് നജസ് ഉണ്ടാവാതിരിക്കാം, ഉണ്ടായാലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു വുളൂ എടുത്തതിന് ശേഷം അല്പം വെള്ളം വസ്ത്രത്തിൽ കുടയിൽ സുന്നത്താണ് എന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫറഗുൻ ഒരു പോയിന്റ്, യുക്സറു ഹത്മൻ അലൽ വാജിബ് ലിയഖിൽ വഖതൈൻ ഇദറാഖി സ്വലാത്തു കുല്ലിഹാ ഫീഹി ഇദറാഖു ജമാഅത്തി വലം തദ്രീഹി വസാരി സുന്നൽ വുദൂഇ വഗൈറ ദാലിക വലം യഖ്റുജ ജമാഅത്തി ഖറഅ. പിന്നെ മറ്റൊരു പോയിന്റാണ്, നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്. പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ വുദൂഇന്റെ ഈ ഒരു തിരുസുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് വുദൂ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ റക്അത്ത് ബിന്ദും അല്ലെങ്കിൽ ജമാഅത്ത് പൂർണ്ണമായി നഷ്ടപ്പെടും. ഇമാമിന്റെ അവസാന റക്അത്തായിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ, ജമാഅത്ത് നടക്കല്ലോ, പെട്ടെന്ന് നമ്മൾ ഓടി വന്ന് ആ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിൽ അവിടെ ചുരുങ്ങിയ നിരക്ക് വുദൂ കൊടുക്കുകയാണ് വേണ്ടത്, പൂർണ്ണമായി വുദൂ കൊടുക്കേണ്ടതില്ല. കാരണം എന്താ, അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. മറ്റൊരു ജമാഅത്ത് പ്രതീക്ഷിക്കുന്നില്ല, ഇനി ഒരു ജമാഅത്ത് കഴിഞ്ഞാൽ വേറെ ജമാഅത്ത് ഉണ്ടാകുന്ന പ്രതീക്ഷയുമില്ല. ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് വുദൂഇന്റെ സുന്നത്തിനേക്കാൾ ജമാഅത്തിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, ജമാഅത്ത് കിട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടി പെട്ടെന്ന് വുദൂ കൊടുത്ത് അവിടെ പിന്നെ മൂന്നോട്ടൊന്നും ദ്വാരം നിൽക്കണ്ട. നമ്മളെന്താകും, അവിടെ ജമാഅത്ത് നഷ്ടപ്പെടും. അവിടെ പെട്ടെന്ന് വുദൂ കൊടുത്ത് ആ ജമാഅത്തിൽ പങ്കെടുത്ത് ആ ജമാഅത്തിനാണ് വുദൂഇനേക്കാൾ പുണ്യമുള്ളത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെയാണ് ഇനി ഒരുപാട് കറാഹത്തുകൾ. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് എന്താണ്? വുദൂഇന്റെ കറാഹത്തുകളാണ്. നമ്മൾ പറഞ്ഞ കാര്യത്തിനൊക്കെ ഓപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ വലത്തേയും
വലത്തേതിന് മുന്തിക്കണം പറഞ്ഞു. ഇനി ഇടത്തേന് മുന്തിച്ചാലോ അത് കറാഹത്തായി അല്ലേ? അതുപോലെ തന്നെ മിതമായ രീതിയിൽ വെള്ളം തെറിക്കാത്ത രീതിയിൽ ഉളു കൊടുക്കുന്നു. ഇനി അമിതമായ വെള്ളം ചെലവഴിച്ചാലോ അത് ഉളുവിന് കറാഹത്തായി. ഇപ്പൊ ഈ സുന്നത്തിന്റെ ഓപ്പോസിറ്റ് എന്ത് നമ്മൾ സംഭവിച്ചാലും അതൊക്കെ എന്തായി? കറാഹത്ത്. ഇസ്റാഫ് ബിൽ മാഇ, വെള്ളത്തെ ദൂർത്ത് കാണിക്കുക എന്നത് ഉളുവിന്റെ കറാഹത്താണ്. തഖദീമുൽ യുസ്റാ അൽ യുംന, വലത്തേതിന്റെ മുമ്പ് ഇടത്തേത് കൈകൾ ഉളുവിന് കറാഹത്താണ്. നഖ്സു അൽ സലാസ, മൂന്നിൽ നിന്ന് ചുരുക്കലും വസിയാദത്ത് അലൈഹാ, മൂന്നിനേക്കാൾ കൂട്ടലും കറാഹത്താണ്. മൂന്ന് പ്രാവശ്യം ചെയ്യലാണുള്ള സുന്നത്ത്. അപ്പൊ ഇനി ഒരാൾ എന്ത് ചെയ്യുക? 4 വട്ടം ചെയ്യൽ അതും കറാഹത്താണ്. 2 എണ്ണാക്കിയാലോ അതും കറാഹത്താണ്. എപ്പോ? മിൻ ഗൈരി മാഇൻ മൗഖൂഫിൻ, ആ വുളൂവെടുക്കുന്ന വെള്ളം വഖഫ് ചെയ്തതല്ലെങ്കിൽ 3നേക്കാൾ കുറക്കലും 3നേക്കാൾ കൂട്ടലും കറാഹത്താണ്. ഇനി വുളൂവെടുക്കുന്ന വെള്ളം വഖഫ് ചെയ്താണെങ്കിലോ ഹറാമൻ, 4ാമത്തെ വട്ടം ഉപയോഗിക്കൽ ഹറാമാണ്. വഖഫ് ചെയ്ത വെള്ളമാണെങ്കിൽ നമ്മളെ പള്ളിക്കുള്ള വക്കീലുള്ളതാണോ? നമുക്ക് അങ്ങനെ കുത്തിയതല്ലേ? വഖഫല്ലല്ലോ. വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാള് പിന്നെ ഒരു കിണർ കുത്തിയിട്ട് ഇതിന്റെ വെള്ളം പള്ളിയിൽ നിശ്ചയിക്കാൻ വരുന്നത് ഞാൻ വഖഫ് ചെയ്തെന്ന് പറഞ്ഞ് നേരിട്ട് തന്നു, അങ്ങനെ വഖഫാകും. അല്ലാതെ പള്ളിക്കത്തെ ഹൗത്ത് വെള്ളം ഫുള്ള് വഖഫല്ല. അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വഖഫ് ചെയ്ത വെള്ളമാണ് എന്നുണ്ടെങ്കിൽ, ഒരു വെള്ളം വഖഫ് ചെയ്ത വെള്ളമാണ്, ആ വെള്ളത്തിൽ നിന്ന് പള്ളിയിൽ വരുന്നത് വുളു എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ വെള്ളം കൊണ്ട് പിന്നെ മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വുളു എടുക്കുമ്പോൾ തന്നെ 3 വട്ടം ചെയ്യൽ, 4ാമത്തെ വട്ടം ചെയ്യൽ ഹറാമാണ് എന്ന് മഹാദന്മാരായ സൈനുദ്ദീൻ മഹദൂം സാനി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ഇർഷാദുൽ ഇബാദാണ്, സൈനുദ്ദീൻ മഹദൂമിന്റെ കിതാബാണ്, റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. 3ാമത്തെ വട്ടം ചെയ്താൽ അത് ഹറാമാണ്. അതുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ഹഖദൽ വുളൂ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വുളൂഇന്റെ രൂപമൊക്കെ നബി തങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് സഹാബത്തിനെ വിളിച്ചിട്ട് വുളൂ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, വുളൂ ചെയ്തു കൊടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫമൻ സാദ അലാ ഹദാ, ഞാൻ ഈ കാണിച്ചു തന്നതിൽ നിന്ന് ആരെങ്കിലും ഒന്ന് അധികരിപ്പിച്ചാൽ, അതല്ലെങ്കിൽ നഖസ ചുരുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് 2ഉം തെറ്റാണ്, അത് 2ഉം അക്രമമാണ്. നബിതങ്ങൾ കാണിച്ചു തന്നതിന്റെ എതിര് 3എണ്ണം നബിതങ്ങൾ കാണിച്ചു തന്നതിൽ നിന്നും കൂടിയാൽ അതും തെറ്റാണ്, നബിതങ്ങൾ കാണിച്ചു തന്നതിൽ ചുരുങ്ങിയാൽ അതും തെറ്റാണ് എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രത്തോളം നമുക്കറിയാം, ഓരോ മഹാന്മാരും വുളൂഇൽ കാണിച്ചു കൊടുത്ത ആ ഒരു സവിശേഷ ബുദ്ധി, ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും വുളൂഇന്റെ സമയത്ത് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ആ വുളൂഇന്റെ വെള്ളം പാഴാക്കുവാനോ ഒരു അവയവത്തിൽ ശ്രദ്ധ പുലർത്താതിരിക്കുവാനോ നമ്മൾ കൊണ്ട് കഴിയില്ല. അത്രക്കും വലിയ മഹത്വമുള്ള ഇബാദത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് വുളൂ എന്നുള്ളത്. നിങ്ങൾക്കറിയുമോ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വ്യക്തിയാണ്. ഒരിക്കൽ അദ്ദേഹം നസിയ ബിൽ വുളൂ, വുളൂ എടുക്കുന്ന ചെറിയ മറവ് സംഭവിച്ചു. ഗസൽ യദൈനി, കൈ കഴുകുന്നതായ സമയത്ത് ചെറിയൊരു മറവ് സംഭവിച്ചു. അങ്ങനെ 3 വട്ടം കഴുകുന്നതിന് പകരം മറത്തേനി 2 തവണയാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കഴുകിയത്. അങ്ങനെ പലർമ്മ അദ്ദേഹം പിന്നെ നിസ്കരിച്ചു. അതിനുശേഷം അദ്ദേഹം ഉറങ്ങി. തിൽക്കലിലെത്തി ആ രാത്രി ഉറങ്ങിയതായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണ്. എന്നിട്ട് നബി തങ്ങളുണ്ടല്ലോ, ആ സ്വപ്നത്തിലൂടെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ ഫുളൈൽ നിന്റെ പ്രവൃത്തിയിൽ വല്ലാത്ത അത്ഭുതം കിട്ടോ, എന്ത് പണിയാജ് കാണിച്ചത്? ഇന്നക തതുറു ഫിൽ വുദൂഇ സുന്നതി, നീ വുദൂ എടുത്തപ്പോ എന്റെ സുന്നത്തിനെ നീ ഉപേക്ഷിച്ചില്ലേ ഫുളൈലേ എന്ന് മുത്തുനബി സ്വപ്നത്തിലൂടെ ചോദിക്കുകയാണ്. ഇതൊന്ന് കേട്ടപ്പോ
നെറ്റി ഉണർന്നു. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് എന്താ സംഭവിച്ചത്? മുത്തുനബിയാണല്ലോ സ്വപ്നത്തിൽ വന്നത്. അങ്ങനെ ഹുദൈലിന് ബോധ്യമാവുകയാണ്, ഞാൻ ഇന്ന് വുദൂ എടുത്തപ്പോ മുൻകൈ കഴുകിയപ്പോ 2 തവണയാണ് കഴുകിയിട്ടുള്ളത്. മറന്നുകൊണ്ട് ചെയ്തു പോയതാണ്, മനഃപൂർവ്വമല്ല. 3 വട്ടം ചെയ്യേണ്ട സുന്നത്ത് ഞാൻ ഉപേക്ഷിച്ചു പോയല്ലോ എന്നവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വിളിയാളുണ്ടല്ലോ, അത് വല്ലാത്ത ഗാംഭീര്യമുള്ളതായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഗൗരവത്തോടു കൂടിയാണ് എന്നെ ഉണർത്തിയത് എന്ന് ഹുദൈലിന് ബോധ്യപ്പെടുകയാണ്. എന്നിട്ടോ വീണ്ടും അതാ ഹുദൈലോട് എണീറ്റുകൊണ്ട് വുദൂ എടുക്കുകയാണ്. തുടക്കം മുതൽ വുദൂ പരിപൂർണമായി തിരുസുന്നത്തോടൊക്കെ പാലിച്ചുകൊണ്ട് വുദൂ എടുക്കുന്നുണ്ടോ. എന്നിട്ടോ എന്നിട്ട് സ്വന്തം ശരീരത്തിന്റെ മേലിൽ പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താ പ്രതിജ്ഞ എന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചൊരു സുന്നത്താണല്ലോ, വുദൂഇന്റെ ഓരോ അവയവങ്ങളും കഴുകുമ്പോഴും തടവുമ്പോഴും 3 വട്ടം ചെയ്യണമെന്ന്. എൻ്റെ ഒരു മറവി കാരണം എനിക്കൊരു സുന്നത്ത് നഷ്ടപ്പെട്ടല്ലോ. അതിന് പ്രായശ്ചിത്തമായി ഈ വർഷം മുഴുവനും എല്ലാ ദിവസവും 500 റക്അത്ത് ഞാൻ നിസ്കരിക്കും എന്ന് സ്വന്തം പ്രതിജ്ഞയെടുത്തു. എന്തേ? ഒരു കൈ കഴുകിയപ്പോ 3 വട്ടം കഴുകുന്നതിന് പകരം 2 തവണയായി പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ വുദൂഇനെ മടക്കി എന്ന് മാത്രമല്ല, അതിന് പ്രായശ്ചിത്തമായിട്ട് ഹബീബിന്റെ സുന്നത്ത് എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന വേവലാതി കൊണ്ട് ഓരോ ദിവസവും 500 റക്അത്ത് വീതം നിസ്കരിച്ച മഹാന്റെ പേരാണ് ഹുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഉലിയാക്കളുടെയും താബിഈങ്ങളുടെയും കൂടെ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും മഹത്തരമുള്ള ഇബാദത്താണ് വുദൂ എന്നുള്ളത്. അതുകൊണ്ട് ആ വുദൂഇൽ വരുന്ന ഇടർച്ചകൾ, ആ വുദൂഇൽ വരുന്ന പിഴവുകൾ അത് പാലിച്ചുകൊണ്ട് വുദൂ എടുക്കണം. നമ്മളൊക്കെയും സന്നദ്ധരാകണം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഈ 2 കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുണ്ട്. വുദൂ മുറിയുന്ന കാര്യങ്ങളും വുദൂ ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും. രഞ്ജിത്തുകൾ പോലെ അവിടെ പറയാം. അടുത്ത ക്ലാസ്സിൽ കുടിയിലേക്ക് പോകാം. എന്തൊക്കെയാണ് വുദൂ മുറിയുന്ന കാര്യം? ഇങ്ങനെയൊക്കെ വുദൂ എടുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ടാണ് വുദൂ മുറിയുക? അതൊക്കെ നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ എടുക്കുമ്പോൾ 3-ാം ക്ലാസ്സിലെ ഡിഗ്രി ഈ വിഷയങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചുരുക്കിയിട്ടാണ് പറയുന്നത്. ഓരോ വിഷയങ്ങളും ചുരുക്കി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. വുദൂ മുറിയുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് വുദൂ ഒറ്റ പേജുകൾ പഠിക്കാൻ. ഇതൊക്കെ നമ്മളൊക്കെ പഠിച്ചതാണ് ചെറുപ്പത്തിൽ, പക്ഷെ നമ്മൾ മറന്നുപോയി. ഒന്നാമത്താണ് തയക്കുന് ഉറപ്പുണ്ടാവുക. മനിയല്ലാത്ത വല്ലതും പുറപ്പെട്ടു എന്ന് ഉറപ്പുണ്ടായാൽ വുദൂ മുറിയും. വലൗരിഹൻ, അതിൽ കാറ്റാണെങ്കിൽ ശരി, മിൻ ഫർജി, മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ. ഇനി മുൻദ്വാരത്തിലൂടെ കാറ്റ് പോയതെങ്കിലും വുദൂ മുറിയുമെന്നാണ് മഹാമഹ പഠിപ്പിക്കുന്നത്. മുൻദ്വാരത്തിലൂടെയായാലും പിൻദ്വാരത്തിലൂടെയായാലും മനിയില്ലാത്ത വല്ലതും പുറപ്പെട്ടാൽ വുദൂ മുറിയുന്നതാണ്. മറ്റൊന്നാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. 4 കാര്യങ്ങളെ കൊണ്ടാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ഒന്ന് ഉറക്കം, മറ്റൊന്ന് ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് പിടിക്കുക, ലഹരി പിടിക്കുക എന്ന് നമുക്ക് പറയാമല്ലോ. അങ്ങനെ ഈ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നുകൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിക്കഴിഞ്ഞാൽ വുദൂ മുറിയുമെന്നാണ്. എന്നാൽ മഹാ പഠിപ്പിക്കുന്നു, മക്ആദൻ, ഒരാള് സന്ധി നിലത്തുറപ്പിച്ചുകൊണ്ടാണ് ഉറങ്ങിയതെങ്കിൽ അവന്റെ വുദൂ മുറിയുകയില്ല. മറ്റു കാര്യം മനുഷ്യന്റെ മുൻകൈയിന്റെ പള്ളകൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക. അത് സ്വന്തമായാലും ശരി, വേറെ ആളായാലും ശരി, വുദൂ മുറിയുമെന്നുള്ളതാണ്. മറ്റു 4-ാമത് കാര്യമോ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചെയ്യുക. അത് വിക്രാണെങ്കിലും ശരി. വിക്ര എന്ന് പറഞ്ഞാൽ കന്യകയായ, അതാ കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായമെത്തി നിൽക്കാണ് അന്യരെന്ന് പറയുക. അങ്ങനെ ആശിക്കുന്ന പ്രായപൂർത്തി തന്നെ ആവണമെന്നൊന്നുമില്ല. ഇപ്പൊ ഈ ദുൽഖിഫിനെ സംബന്ധിച്ച് എന്താണ്, ഓരോ പ്രായത്തിൽ കൊണ്ടുവരുന്ന വുദൂ മുറിയും. അതായത് വിക്രന്റെ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നർത്ഥം.
അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കാൻ നോക്കിയില്ലേ. മഹറമിയാണെങ്കിൽ ഉദൂ അറിയില്ല. വിവാഹം നിശ്ചിതമായ ഉമ്മ പെങ്ങള് അമ്മായി ഇങ്ങനെയുണ്ടല്ലോ, അമ്മനങ്ങളായ അമ്മായി ഇമ്മാന്റെ സഹോദരി ഇവരൊന്നും ഉദൂ അറിയില്ല. ഇത്രയും ഈ 4 കാര്യങ്ങളാണ് ഉദൂ കുറയുന്ന കാര്യങ്ങൾ. 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയില്ലാതെ വല്ലതും പുറപ്പെടുക. ഉറക്കം, ഭ്രാന്ത്, ബോധശയം, മത്തും മുതലായതുകൊണ്ട് ബുദ്ധിയുടെ വലുതിരിവ് നീങ്ങുക. എന്നാൽ ഇരുന്നുറങ്ങിക്കഴിഞ്ഞാൽ ഉദൂ കുറയുകയില്ല. അതുപോലെ മസ്തു പറഞ്ഞ് മുൻകൈയിന്റെ വള്ള കൊണ്ട് മനുഷ്യൻ മുഖ്യസ്ഥാനം സ്പർശിക്കുക. വലിയ ഐക്യമായ പുരുഷന്മാരുടെ തൊഴിൽ ചെയ്യുക. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉദൂ മുറിയുന്നതാണ് എന്നർത്ഥം. ഇനി ഉദൂ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തിനൊക്കെയാണ് ഉദൂ വേണ്ടത്? നിസ്കരിച്ചാൽ മാത്രം ഉദൂ മതിയോ? പോരാ. ഉദൂ എന്തിനൊക്കെ വേണം? സ്വലാത്ത് നിസ്കരിക്കാൻ ഉദൂ വേണം. ത്വവാഫ് ചെയ്യാൻ ഉദൂ വേണം. സുജൂദ് ചെയ്യാൻ ഉദൂ വേണം. നിസ്കാരത്തിൽ മാത്രമല്ല സുജൂദ്. ഖുർആൻ ഓതാൻ ഉദൂ വേണ്ട. ഖുർആൻ ഓതാൻ എന്ത് വേണ്ട? ഉദൂ വേണ്ട. ഉദൂ ഇല്ലാതെ ഖുർആൻ ഓതാം. പക്ഷെ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് ഒരു തിലാവത്തിന്റെ ആയത്തോടി, തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തോടി കഴിഞ്ഞാൽ ആ സുജൂദ് ചെയ്യണമെന്ന് എന്ത് വേണം? ഉദൂ വേണം. എന്നാൽ പിന്നെ ഉദൂ അതുപോലെ തന്നെ ഖുർആനിനെ തൊടാനും എന്ത് വേണം? ഉദൂ വേണം. ഖുർആൻ തൊടാൻ ഉദൂ വേണം. ഖുർആൻ ഓതാൻ ഉദൂവിന്റെ ആവശ്യമില്ല എന്നർത്ഥം. എന്നാലോ ആ പഠനാവശ്യത്തിന് വേണ്ടി ഒരാൾ ഖുർആൻ പഠിക്കുകയാണ്. അതിൽ ഖുർആന്റെ ഒരുപാട് തഫ്സീറുകൾ ഉണ്ടെങ്കിൽ ആ തഫ്സീറിനെ തൊടലെന്തല്ല? വിരോധമില്ല എന്നർത്ഥം. ഖുർആനേക്കാൾ കൂടുതൽ ഖുർആന്റെ വ്യാഖ്യാനമാണ് അതിലുള്ളത്. അതും തൊടുന്നതുകൊണ്ട് വിരോധമില്ല. പിന്നെ ഇത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഖുർആൻ ഖുർആനൊക്കെ പ്രത്യേകിച്ച് റമദാനൊക്കെ ആകുമ്പോൾ കസാലയ്ക്ക് ഇന്നലെ ഖുർആൻ ഉണ്ടാകും. അല്ലെങ്കിൽ മുമ്പിൽ ഉണ്ടാകും. പിന്നെ മറ്റേ ആ ഒരു റൈറ്റിംഗ് ബോർഡ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഖുർആൻ ഉണ്ട്. അപ്പോൾ ഖുർആൻ ഇങ്ങനെ ഓരോ സമയം ഉദവും. പക്ഷെ ഇവിടെ നീച്ചാൽ നമുക്കൊരു മടിയുണ്ടാകും. നമ്മളെന്താ കാട്ടുക? നമുക്ക് ഈശ്വരി പേന ഉണ്ടാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പുറത്ത് പറവോട് എടുക്കും. എന്നിട്ട് ആ ഖുർആന്റെ പേജ് ഇങ്ങനെ മറിച്ചിങ്ങാട് ഖുർആൻ പല അമ്മമാരൊക്കെ ഉണ്ടാകും. പള്ളിയിലൊക്കെ ആണെങ്കിൽ നേരം പോത്തുമുണ്ടാച്ചിട്ട് പേന കൊണ്ട് പേജ് മറിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. പേന കൊണ്ട് ഖുർആൻ ഉദവുമാണ്. തൊടുന്നത് ആരാണ്? എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമില്ല. ഖുർആൻ സ്പർശിക്കലാണ് ഹറാമ്. ഉദൂ ഇല്ലാതെ ഖുർആൻ സ്പർശിക്കാണ്. അത് ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലല്ലോ. ആരെങ്കിലും കൈകൊണ്ടോ ഉദൂന്ന് പറഞ്ഞത്? ഖുർആൻ തൊട്ടാൽ മതി. ഇനി കൈകൊണ്ടാണെങ്കിലും ശരി, ഇങ്ങനത്തെ പേന കൊണ്ടാണെങ്കിൽ ശരി, വറവുള്ളതാണ്. വലാ കൽബുൻ വറക്കത്തി ബിഊദിൻ, കൊള്ളി കഷ്ടം കൊണ്ട് പേജ് മറിക്കാതിരിക്കുക വെച്ചാൽ പാടില്ല. വഇല്ലം യൻഫസിൽ അലൈഹി, വേറിട്ടതാണെങ്കിൽ പ്രശ്നമില്ല. ഖുർആനിൽ നിന്ന് വേറിട്ടതായ ഒരു ആയത്തോ ഹദീസൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. വയജിബു, അതുപോലെ നിർബന്ധമാണ്. അലാ നഹവി വലിയിൻ, രക്ഷിതാക്കൾ നിർബന്ധമാണ്. മൻഉ, തടയൽ. ഗൈർ മുമയ്യിസിൻ, മുമയ്യിസ് വകതിരിവില്ലാത്ത കുട്ടികൾക്ക് മുസ്ഹഫ് എഴുതിയതായ ഒരു പലകയോ അതിന് വലോ ബാദലായ ഒരു ആയത്താണെങ്കിലും ശരി, അത് കുട്ടികളുടെ കൈവശം പെടാതിരിക്കാൻ ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളുടെ കൈവശം ഉണ്ടാവരുത്. നമ്മളൊക്കെ എന്തുണ്ടാകും? പതിവുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ റമദാനൊക്കെ വരാൻ പോവുകയാണ്. നമ്മളെ വീടൊക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു മുസാഫ് ഉണ്ടാവുക. നമ്മൾ വലിയ ആൾക്കാരില്ല, നമുക്ക് കൂട്ടുകാരുണ്ട്. കുട്ടിനെ വിളിച്ചു, ഇവിടെ വന്നാൽ ഈ ഖുർആൻ കൊണ്ടേക്കാണ്. കുട്ടിക്ക് അങ്ങനെ ഇവിടുന്ന് കൊണ്ടേക്കാൻ പോകുവാണെന്ന നിയമല്ല. കുട്ടിക്ക് പഠനാവശ്യത്തിനാണ്. വകതിരിവുള്ള കുട്ടിക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഉദൂഇല്ലാതെ സ്പർശിക്കലാണെന്ത് അനുവദനീയമുള്ളത്. അതല്ലാതെ നമ്മൾ തട്ടിക്കൊടുക്കുമ്പോൾ റാക്കിന്റെ മുകളിൽ അപ്പുറത്ത് കൊണ്ടേക്കാൻ ഉദൂ ഇല്ലാതിരുന്നാൽ കുട്ടിക്കാരനാവില്ല, രക്ഷിതാവാണ് കുറ്റക്കാരൻ. അത്ര വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കൽ ഓരോ രക്ഷിതാവിന്റെ മേലും നിർബന്ധമാണ്. ലാ മുമയ്യിസ് ലിൽ ഹാജത്തി, വകതിരിവില്ലാത്ത കുട്ടി അപ്പം ആവശ്യത്തിന് വേണ്ടി, പഠനാവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം? വകതിരിവുള്ള കുട്ടിക്ക് ഉദൂ ഇല്ലാതെ ഖുർആൻ തൊടുകയും പിടിക്കുകയും ചുമക്കുകയും ഒക്കെ ചെയ്യാം. അതല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും ഖുർആൻ തൊടാനോ പിടിക്കാനോ പാടില്ല. പഠിക്കുക എന്നൊരു നിർബന്ധമാണ്. ഇപ്പൊ അവിടെ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഖുർആൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കിട്ടാ അറിയില്ല, ഒരു ഐഡിയ ഉണ്ട്. ആ കുട്ടികളോട് ഖുർആൻ ഖുർആൻ പഠിക്കാൻ പറയാം. ഒരു തെറ്റും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെ ഇപ്പത്തോളം നമുക്ക് കേൾക്കാം. പക്ഷെ പഠനാവശ്യത്തിന് വേണ്ടിയേ എന്താവുള്ളൂ
ഖുർആൻ തൊടുകയും പിടിക്കുകയും ഒക്കെ വകതിലുള്ള കുട്ടികൾക്ക് പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഖുർആൻ തൊടാനും എന്ത് വേണം? വുദൂ വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വുദൂ നിർബന്ധം. അപ്പൊ പ്രത്യേകിച്ച് 5 കാര്യങ്ങൾ. ഒന്ന് നിസ്കാരം, മറ്റൊന്ന് തവാഫ്, മറ്റൊന്ന് ഖുർആൻ തൊടുക, പിന്നെ ഖുർആൻ ചുമക്കുക, സ്പർശിക്കുക എന്നുള്ള 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വുദൂ നമുക്ക് നിർബന്ധമായി വേണ്ടത്. ഇന്ന് മയ്യത്ത് നിസ്കാരം നമ്മൾ ബന്ധമില്ലല്ലോ, വേറെ ആളെ ചെയ്യിപ്പിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിസ്കാരവുമായി വുദൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കുവാനും നല്ലത് പഠിക്കുവാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൃത്യമായ രീതിയിൽ വുദൂ എടുക്കുവാൻ, വുദൂവിലുള്ള അപാകതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് വുദൂ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി വുദൂവുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഉസ്താദിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എഴുതി കൊണ്ടുവരികയൊക്കെ ചെയ്യുക. അപ്പം അത് നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരികയും അറിയാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് പറഞ്ഞു തരികയോ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിക്കുന്ന മുഴുവൻ ഇൽമും അല്ലാഹു നമ്മെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ പഠിച്ച ഇൽമനുസരിച്ച് അമൽ ചെയ്യുവാനും അപാകതകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിശയിലാണ് ചില ദുആകൾ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. റഹമുറഹിമായ മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ ഈ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണം. അല്ലാഹ് ഞങ്ങൾ പാരായണ ഹദ്ദാദ് റാത്തീബിനെ നീ കബൂൽ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതുമായ ഇൽമുകളെ നീ നാഫിയാക്കണം. അല്ലാഹ് നീ സ്വീകരിക്കണം. അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണം. അല്ലാഹ് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അറിയാതെ രഹസ്യമായി പരസ്യമായി വലുതും ചെറുതുമായ എന്ത് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതം സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മാനെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം. അല്ലാഹ് മഗ്ഫിറ നൽകണം. അല്ലാഹ് മർഹമത്ത് നൽകണം. അല്ലാഹ് ഇനിയൊരു തെറ്റിലേക്ക് പോയാൽ ഒരു സാഹചര്യം തൊട്ട് നീ കാക്കണം. അല്ലാഹ് എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളെ നീ സംരക്ഷിക്കണം. അല്ലാഹ് ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണം. അല്ലാഹ് ശർറിന്റെ കവാടങ്ങൾ ഞങ്ങളെ തൊട്ട് കൊട്ടിയടക്കണം. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണം. അല്ലാഹ് സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണം. അല്ലാഹ് ജീവിക്കുന്ന കാലത്തിൽ നിന്റെ ത്വഅത്തിലായി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണം. അല്ലാഹ് നിന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിൻപറ്റാൻ അവിടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാഹ് തൗഫീഖ് നൽകണം. അല്ലാഹുവേ മാനസികമായ ശാരീരികമായ സാമ്പത്തികമായ എല്ലാ പ്രയാസം ഞങ്ങൾക്ക് നീ മോചനം നൽകണം. അല്ലാഹ് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നൽകണം. അല്ലാഹുവേ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രക്ഷ നൽകണം. അല്ലാഹുവേ രോഗമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അജ്സൽ മോനെയാണ്. അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫ നൽകണം. അല്ലാഹ് ഷാഫിയായ കാഫിയായ നാഥാ മരുന്നില്ലാതെ ശിഫയാകാൻ കഴിവുള്ളവനാണ് നീ. അല്ലാഹുവേ നീ ശിഫ നൽകണം. അല്ലാഹ് ഇനിയും നീ പരീക്ഷിക്കല്ല. അല്ലാഹ് അത്ര മാരകമായ രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ ഞങ്ങളെ ഒറ്റവരുടെ സ്നേഹിതന്മാർ ഭക്ഷണം നൽകിയവർ സഹായിച്ചവർ സഹകരിച്ചവർ അല്ലാഹുവേ ഇന്ന് മരണപ്പെട്ടു പോയതായ ആളുകൾ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുടെ കുടുംബാംഗങ്ങൾ അവരെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം. അല്ലാഹു ഞങ്ങൾ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറ നൽകണം. അല്ലാഹ് അവിടെ കബറിടം കണ്ടെത്താ ദൂരത്തോളം വിശാലത നൽകണം. അല്ലാഹ് പ്രത്യേക ബസ്റ്റിലൊക്കെ പ്രസ്ഥാനം അന്തരീക്ഷം കൊള്ള ഞങ്ങൾ ഒറ്റവരുടെയവർ അല്ലാഹുവേ അവർക്ക് നീ മഗ്ഫിറ നൽകണം. അല്ലാഹ് അവരെ ഞങ്ങൾ മൺമറഞ്ഞു പോയ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിച്ച് കൂട്ടണം. അല്ലാഹ് ഹബീബിന്റെ തിരുകരങ്ങൾ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നൽകണം. അല്ലാഹ്
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا يا غافر المذنبين وارحمنا بإنقاذ رحمتك يا أرحم الراحمين. صلى الله عليه وسلم الحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى الله عليه وسلم. ദുആകളൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം, കുറവുള്ളത് അറിയിക്കണം, മനസ്സിലാവാത്തത് അറിയിക്കണം, ആവശ്യമുള്ള കാര്യങ്ങൾ അറിയിക്കണം. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.